ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു രമ്യയെ കല്യാണം കഴിക്കണമെന്ന് രാധമ്മ വാശി പിടിച്ചതിന്റെ റീസൺ ഫിനാൻസ് പ്രോബ്ലം. പലതരം ഫിനാൻസ് പ്രോബ്ലം. അതിന് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇവിടെ ആവശ്യമുള്ള ഫണ്ട് എത്രയാണെങ്കിലും വാങ്ങിച്ചു തന്നാലോ. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ഡൗറി. ഒരു പടി കൂടി കടന്നാൽ നീ മനസ്സിൽ മരുമകളായി അംഗീകരിച്ചത് സത്യത്തിൽ ഋതുമോളെയല്ലേ? എന്താടി മറുപടി പറയാത്തത്? സാഹചര്യങ്ങളാ മനുഷ്യന്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിമറിക്കുന്നത്. രമ്യ രാജുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്റെ സാഹചര്യവും ആവശ്യമായിരുന്നു. അതൊക്കെ അങ്ങ് വിടടി. എല്ലാം വിധി പോലെയല്ലേ വരൂ. എടീ, എനിക്ക് പറയാനുള്ളത് നീ ആ പഴയ രാധമ്മയായി വരണം. എന്റെയും ഈ കുടുംബത്തിന്റെയും വിളക്കായിരുന്ന രാധമ്മ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്ത് രാജുവിന്റെ കല്യാണത്തിന് മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് മറന്നേക്ക്. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. ഒരപേക്ഷയെ എനിക്ക് നിന്നോടുള്ളൂ. നീ ഋതുമോളോട് പെരുമാറുന്നത് പോലെ കൊച്ചമണി നിന്റെ മകളോട് പെരുമാറിയ നീ സഹിക്കോ? എടേ, ഒരു മാലാഖ കുഞ്ഞാണ് നമ്മുടെ ഋതുമോള്. അതിന് നീ വഴക്ക് പറയരുത്, സ്നേഹിക്കണം. ഈ ജന്മത്തെ എന്നെ കൊണ്ട് അതിന് പറ്റില്ല. അവൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നവരെ എനിക്ക് ഉറക്കമില്ല. മാഡം, നമുക്ക് പലതരം ടെൻഷൻസും ക്രൈസിസും ഒക്കെ വരുമ്പോ പതറുകയല്ല വേണ്ടത്. ഇതൊക്കെ എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള അഡ്വൈസാ. നമ്മൾ തളരുകയല്ല ചെയ്യേണ്ടത്. എങ്ങനെ അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നാ ആദ്യം ആലോചിക്കേണ്ടത്. ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരേപോലെ നിസ്സഹായരാ. കാരണം എതിരെ നിൽക്കുന്നത് അമ്മയാ. എന്ത് ചെയ്യാൻ പറ്റും മാഡം? അതാ ഞാൻ പറഞ്ഞത് രാജു, ഞാൻ ഇവിടുന്ന് പോവാന്ന്. അതേ ഇനി ഒരു വഴിയുള്ളൂ. എന്തൊക്കെ നോൺസെൻസാ മാഡം ഈ പറയുന്ന? അതാണോ ഒരു പോംവഴി? മാഡത്തിന് എന്നെയോ എനിക്ക് മാഡത്തെയോ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്തിനു മറക്കാൻ പറ്റുമോ? ആ, അപ്പോ പോസിബിൾ അല്ലാത്ത കാര്യം പറഞ്ഞ് വെറുതെ നമ്മുടെ സമയം കളയരുത്. എന്റെ അമ്മ ദുഷ്ടയല്ലെന്ന് മാഡത്തിന് അറിയാലോ. എന്താ രാജു ഇങ്ങനെയൊക്കെ പറയുന്ന? അങ്ങനെ പറയില്ലേ രാജു. രാധമ്മയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു എന്നോട്. എന്തുകൊണ്ടാ ഇങ്ങനെ മാറിയെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. എനിക്കും സങ്കടം അതൊക്കെ തന്നെയാണ് മാഡം. അതാ ഞാൻ പറഞ്ഞു വരുന്ന, നമുക്ക് അമ്മയുടെ മനസ്സ് മാറ്റാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്താം. ചിലരുടെ സ്വാധീനം കൊണ്ട് അമ്മയുടെ മനസ്സ് മാറിയതാവാം. എന്തായാലും അമ്മയുടെ ഈ വാശി നമുക്ക് മാറ്റിയെടുത്തല്ലേ പറ്റൂ. പക്ഷെ അതിന് എന്താ ചെയ്യേണ്ടത് രാജു? വെറും പാവമായ എന്റെ അമ്മയെ കയ്യിലെടുക്കാൻ ഋതിക മാഡത്തെ കൊണ്ട് കഴിയും. ഷുവർ മാഡം. കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞ സിൻസിയർ ആയിട്ട് സ്വാധീനിക്കുക, അത്രേ അതിന് മീനിങ് ഉള്ളൂ. ഈ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തെന്നൊക്കെ പറയില്ലേ, അതുപോലെ. അല്ല രാജു, ഞാൻ രാധമ്മയെ സ്നേഹിക്കാതിരുന്നിട്ടില്ലല്ലോ. ആ, അത് എനിക്കും ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ മാഡം. അമ്മയെ വശത്താക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാഡം ചെയ്യണം. രാജു രമ്യയെ കല്യാണം കഴിക്കണമെന്ന് രാധമ്മ വാശി പിടിച്ചതിന്റെ റീസൺ ഫിനാൻസ് പ്രോബ്ലം. പലതരം ഫിനാൻസ് പ്രോബ്ലം. അതിന് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇവിടെ ആവശ്യമുള്ള ഫണ്ട് എത്രയാണെങ്കിലും വാങ്ങിച്ചു തന്നാലോ.
അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ഡൗറി, സ്ത്രീധനം. എനിക്ക് സ്ത്രീധനം വാങ്ങിത്തരാന്നല്ലേ മാഡം പറഞ്ഞ? അയ്യോ രാജു, ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സ്ത്രീധനം എന്ന വാക്ക് തന്നെ തെറ്റല്ലേ രാജു? എന്നിട്ടാണോ മാഡം ഈ തെറ്റ് പറഞ്ഞത്? ഞാനിങ്ങനെ ആലോചിച്ചിട്ടില്ല രാജു. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക രാജു. ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഓർത്തപ്പോ അതിന് വർമ്മ സാറിനോട് പറഞ്ഞ് എന്നെ നാണം കെടുത്താന്ന് കരുതി. സാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലാൻ മാഡം നല്ലത്. രാജു, എനിക്ക് അത്രയൊന്നും അങ്ങനെ കടന്നു കയറി ചിന്തിക്കാൻ പറ്റില്ല. സോറി രാജു. ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കോ പറയുമായിരുത്. ഇല്ല രാജു, പ്രോമിസ്. രാധമ്മയുടെ മനസ്സ് മാറ്റാൻ ഞാൻ രാജു പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അതിനുള്ള വഴി എന്താണെന്ന് ആലോചിക്കേ. എന്നാ നമുക്ക് കിടന്നാലോ മാഡം? ശരി രാജു, ഞാൻ നിലത്ത് കിടക്കാം രാജു. അതല്ലേ അതിന്റെ മര്യാദ. ഇപ്പോ ഈ മര്യാദയിൽ അങ്ങ് മുമ്പോട്ട് പോവാം. അതാ അതിന്റെ ഒരു മര്യാദ. രാധമ്മ വളരെ നല്ലൊരു അമ്മയാ. എനിക്ക് അമ്മയുടെ മനസ്സിൽ കയറി പറ്റാൻ കഴിയും. നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട്. മോളെ, എന്താ മുത്തശ്ശി? മുത്തശ്ശി പറയേ. മോളെ, ഞാനൊരു ദുസ്വപ്നം കണ്ടു. സാരല്ല, അതൊരു സ്വപ്നല്ലേ. മോൾ ഉറങ്ങിക്കോ.